പനി, ജലദോഷം, അലർജി, വേദന എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബാക്ടീരിയൽ മരുന്നുകൾ ഉൾപ്പെടെ 156 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകള് സർക്കാര് നിരോധിച്ചു. ഇത്തരത്തിലുള്ള കോക്ടെയിൽ മരുന്നുകള് മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന കാരണത്താലാണ് നിരോധിച്ചത്. ഓഗസ്റ്റ് 12-നാണ് ഇതു സംബന്ധിച്ച് ആരോഗ്യമന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന അസെക്ലോഫെനാക്ക് 50 മില്ലിഗ്രാം, പാരസെറ്റാമോൾ 124 മില്ലിഗ്രാം എന്നീ കോമ്പിനേഷൻ മരുന്നുകളും നിരോധിച്ചവയിൽ ഉൾപ്പെടും. മെഫെനാമിക് പാരസെറ്റമോൾ ഇഞ്ചക്ഷന്, സെറ്ററൈസിന് HCl പാരസെറ്റമോള്, ഫെനൈലെഫ്രിന് HCl, ലെവോസെറ്ററൈസിന് ഫെനൈലെഫ്രിന് HCl, പാരസെറ്റാമോള്, ക്ലോർഫെനിറാമൈന്, മലേറ്റ്ഫിനൈല്, പ്രൊപ്പനോമൈന്, കാമിലോഫിന്, ഡൈഹൈഡ്രോക്ലോറൈഡ്, 25 മില്ലിഗ്രാം, പാരസെറ്റാമോള് 30 എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നു. പാരസെറ്റാമോള്, ട്രമഡോള്, ടോറിന്, കഫീന് എന്നിവയുടെ കോമ്പിനേഷനും കേന്ദ്രം നിരോധിച്ചു. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 സെക്ഷൻ 26 പ്രകാരം ഈ എഫ്ഡിസികളുടെ നിർമ്മാണം, വിൽപ്പന എന്നിവ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. 2016 ഇത്തരത്തില് 344 കോമ്പിനേഷൻ മരുന്നുകള് കേന്ദ്രം നിരോധിച്ചിരുന്നു. 2023 14 കോമ്പിനേഷൻ മരുന്നുകളും നിരോധിച്ചിരുന്നു.